ഇപ്പോൾ കുറച്ച് വീഡിയോസിലായിട്ട് ഈ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിൽ ട്രാവൽ ചെയ്ത വ്ളോഗായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിലെ വിശേഷം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും പറയാനുള്ളത്. ഇപ്പോൾ UB City മാളിൽ പോയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നൈറ്റാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടെ ഷോപ്പിൽ നിന്ന് ഇതുപോലുള്ള ബാഗുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമല്ല, അപ്പോൾ കുട്ടികൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. നമ്മൾ ഒരു ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ആ ഒരു പരിസരത്തൊക്കെയാണ് ഇത്. അപ്പോൾ അവിടെ ഇങ്ങനെ നൈറ്റിലൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ നൈറ്റിൽ അവിടെ വൈകിട്ടാണ്, ഇപ്പോൾ കാസർഗോഡിനെ അപേക്ഷിച്ച് അവിടെ നൈറ്റിൽ വൈകിട്ടാണ് ഷോപ്പുകളൊക്കെ അടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് എൻ്റെ ഫേവറേറ്റ് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ ചിക്കൻ ചില്ലിയാണ് എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ്. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതും അതുപോലെ ചിക്കൻ ചില്ലി ലൂസായിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതും ഓർഡർ ചെയ്തു. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് എരിവുള്ള ഒരു ഐറ്റംസ് ആയിരുന്നു. യൂഷ്വലി കഴിച്ചതിനേക്കാളും കുറച്ച് എരിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കറിക്ക്. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡും ഡ്രിങ്കൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ റൂമിലേക്ക് പോയി. പിന്നെ ഇതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു UB City മാളിൽ പോയത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അന്നത്തെ നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം UB City മാളിലൊക്കെ പോയതിന് ശേഷം ഒരു ഈവനിങ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ഈ 2-3 ദിവസമായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ലോണം ചൂടല്ല, അതുപോലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ ചാറ്റൽ മഴയൊക്കെ വന്നു പോകും എന്ന് മാത്രം. ഈ ഒരു ക്ലൈമറ്റിൽ അവിടെ ആ ഒരു പരിസരത്തൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ ഒരു 7 PM ഒക്കെ ആയിട്ടാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബാംഗ്ലൂർ ലുലു മാളിൽ കയറിയിട്ട് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എറണാകുളം ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ ലുലു മാളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂരിലെ രാജാജി നഗർ എന്ന സ്ഥലത്താണ് ഈ ലുലു മാള് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 1700 വെഹിക്കിൾസിനൊക്കെ പാർക്കിംഗ് സൗകര്യമുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ പുറമെ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എറണാകുളം പോയപ്പോൾ ഉണ്ടായ ലുലു മാളിനേക്കാളും ചെറുതായിട്ടാണ് എനിക്ക് ഈ ലുലു മാൾ ഫീൽ ചെയ്തിട്ടുള്ളത്. പുറമേ കാണുമ്പോഴും ഇങ്ങനെ പാർക്കിംഗ് സൗകര്യമൊക്കെ നോക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഓർമ്മിക്കാനേ അതെല്ലാം ശ്രദ്ധിക്കുന്നത് ഞാൻ എന്നെ പറക്കൊണ്ട് കണ്ട. അപ്പോൾ ഇവിടെ സാറ, H&M, ഫോറെവർ 2, നെയ്ക്ക് തുടങ്ങിയ കുറേ മുൻനിര ബ്രാൻഡുകളുടെ സ്റ്റോറുകൾ ഉണ്ട്. അപ്പോൾ എറണാകുളത്തൊക്കെ ഉള്ളതുപോലെ തന്നെ അവിടെയുള്ള പോലെ തന്നെ കുട്ടികൾക്കും പിന്നെ വലിയ ആളുകൾക്കൊക്കെ ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അമ്യൂസ്മെൻറ്റ് സെൻറ്ററുകൾ അതുപോലെ തിയേറ്ററുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ബ്രാൻഡിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200-ലധികമായിട്ട് തന്നെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഇൻക്ലൂഡ് ആവുന്നുണ്ട് ഈ ഒരു ലുലു മാളിൽ.
മേക്കപ്പിന്റെ സെക്ഷൻ നോയിക്കോട്ടെ. അത് നീ പെട്ടെന്ന് ശരി ഒരു കായിൻ്റെ വേണോ ഇപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കോർട്ടിലേക്കാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഏകദേശം 2000 പേർക്കൊക്കെ ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഫുഡ് കോർട്ടാണിത്. അപ്പോൾ അവിടെ കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിലായിരുന്നു ഇതൊക്കെ ബൈ ചെയ്യേണ്ടത്. അതായത് ആപ്പൊക്കെ ഡൗൺലോഡ് ആക്കിയതിന് ശേഷം അവർ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ആക്കിയാൽ കുറേ ഓഫറൊക്കെ ഫുഡിൽ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓഫർ അനുസരിച്ചാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത്. ബർഗറായിരുന്നു ഓർഡർ ചെയ്തത്. അതിനിടയിൽ ഐസ്ക്രീം വേണ്ടവർ ഐസ്ക്രീമും, ടീ വേണ്ടവർ കോഫി വേണ്ട അങ്ങനെയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് ശേഷം പിന്നെ നമ്മൾ നാട്ടിലേക്ക് ഇവിടുന്ന് കാസർഗോഡിലേക്കാണ് വിട്ടത്. അപ്പോൾ ബാംഗ്ലൂരിൽ മുമ്പ് പോയ പ്ലേസൊക്കെ വിസിറ്റ് ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്താൽ മതിയാകും. താങ്ക് യു ഫോർ വാച്ചിങ്.